നമസ്കാരം. ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ. അവരുടെ നാട്ടിൽ ഒരു തെക്കൻ ജില്ലയിലാണ്. ഒരു ടാപ്പിംഗ് തൊഴിലാളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മലബാറിലെ ഒരു ജില്ലയിൽ സർക്കാർ 5 ഏക്കർ വെച്ച് കർഷകർക്ക് പതിച്ചു കൊടുക്കുന്ന സ്കീമുണ്ടായിരുന്നു. കുറേ വർഷം മുമ്പാണ്. വെറുതെ ഒരു അപേക്ഷ ആയാലും കൊടുത്ത് 5 ഏക്കർ പതിച്ച് കിട്ടി. അപ്പോൾ ഈ റബ്ബർ വെച്ചാലുള്ള മഹത്വം, പിന്നെയുള്ള ഇതൊക്കെ റബ്ബർ വെട്ടാൻ തുടങ്ങിയാലുള്ള ജീവിത സുഖമൊക്കെ അറിയണ ആളാണ് ഇവർ. അപ്പോൾ ഇവർ വിചാരിച്ച എങ്ങനെയായാലും ഈ 5 ഏക്കറിൽ റബ്ബർ വെക്കണം, എന്നിട്ട് അവിടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം. അങ്ങനെ അവർ മലബാറിലേക്ക് വരിക. അപ്പോൾ അയാളുടെ ഭാര്യയാണ്, അയാളും പുതിയൊരു പെൺകുട്ടീനെ വളച്ച് കളിച്ച കഥയാണത്. അതായത് ഈ 5 ഏക്കർ പണിക്കാരെ വെച്ച് പണിയെടുപ്പിച്ചാൽ കൂട്ടിയാൽ കൂടില്ല. അതിനുള്ള ആസ്തി ഇവർക്കില്ല. പണ്ടത്തെ അച്ചായന്മാർ ചെയ്യണ പോലെ തന്നെ കുറേ വാട്ടപ്പൂളെ സംഭവങ്ങളൊക്കെ ആയിട്ട് അവർ വരും. ഭാര്യയും ഭർത്താവും കൂടി ഒരു കുടിൽ വെച്ച് കെട്ടി ആദ്യം വലിയ മുള്ളുള്ള ഈങ്ങേൻ്റെ കാടാണ്. ഈ 5 ഏക്കർ ഒരു തലക്കെന്ന് വെട്ടണം, കാട് വെട്ടണം. ഭാര്യയും ഭർത്താവും കൂടി കഠിനമായിട്ട് അധ്വാനിക്കും. ഒരു ഷെഡ് എന്ന് പറയുമ്പോൾ ഓലയൊക്കെ മറിച്ചൊരു ഇത്. അപ്പോൾ ഈ ഭാര്യക്ക് ടൈലറിങ് അറിയാം. ടൈലറിങ് അറിയാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിക്കാൻ കിട്ടിയാൽ എന്തെങ്കിലും പൈസ കിട്ടുമല്ലോ. ഇവർക്ക് വരുമാനം എന്ന് പറഞ്ഞില്ല. കുറച്ച് പൈസ സൂക്ഷിച്ച് വെച്ചിരുന്നുണ്ട്. അത് പിസ്കി ചിലവാക്കി ഇവർ പറമ്പിൽ അധ്വാനിച്ച് ജീവിക്കുക. അപ്പോൾ ഈ പെണ്ണ് ടൈലറിങ് അറിയാം. അപ്പോൾ ഈ ഗ്രാമപ്രദേശം അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം അടിക്കാനുണ്ടെങ്കിൽ തയ്ക്കാനുണ്ടെങ്കിൽ തരണമെന്നൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഡ്രസ്സ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഓണത്തിനും വിഷുവിനും, അതേപോലെ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും അവർക്ക് 2 ആഘോഷങ്ങളുണ്ട്, അങ്ങനെ എടുക്കുകയുള്ളൂ. ഇതൊക്കെ അടിച്ചാലും വലിയ പൈസയൊന്നും കിട്ടില്ല. അപ്പം പണികളൊക്കെ ഏകദേശം കാട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുഴി കുത്തണം. അപ്പം അവർ ഈ നാട്ടിൽ കുറച്ച് സീറ്റിങ്ങായി കുറച്ച് പരിചയങ്ങളുമായി. അതിനിടയ്ക്ക് ഇയാൾ വേറൊരു പണി ചെയ്ത് ടാപ്പിങ് അറിയാമല്ലോ. അവിടെ ചെറിയ കുറച്ച് നമ്പറുള്ള അവിടെ ടാപ്പ് ചെയ്യാൻ പോകും. രാവിലെ വെളുപ്പിന് പോയിട്ട് ടാപ്പ് ചെയ്യും. അപ്പം ഭക്ഷണം കഴിക്കാനുള്ള ചിലവിലുള്ള പൈസ അവിടെ നിന്ന് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പറമ്പിൽ അധ്വാനിക്കുന്നത്. അപ്പോൾ ഭാര്യ ഇങ്ങനെ ടൈലറിങ് പഠിപ്പിക്കണമെന്ന് പബ്ലിസിറ്റി കൊടുത്തപ്പോൾ ഒരു പെൺകുട്ടി വന്ന് ചേർന്നു. 2-3 പെൺകുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷെ ഒരു പെൺകുട്ടി അവിടെ സ്ഥിരമായി. ഇവളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളത്, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മുഴുപ്പൊക്കെ ഉള്ളൊരു പെണ്ണാണ്. അപ്പോൾ ഈ നാട് വിട്ട് വന്ന ഭാര്യയും ഭർത്താവിനും ആകെയുള്ള എൻജോയ്മെൻറ്റ് അവർ തമ്മിലുള്ള പരിപാടിയാണ്. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഈ പെൺകുട്ടീനെ നല്ല നോട്ടമുണ്ട്. അവളുടെ മനസ്സിലൊരു ലെസ്ബിയൻ ഉണ്ട്. അപ്പോൾ ഇവൾ ആസ്കർട്ടൊക്കെ ഇട്ടേ വരുള്ളൂ. അപ്പോൾ കട്ടിങ് പഠിപ്പിക്കും, മെഷീൻ അടിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്റ്റൂളിട്ട് അടുത്തിരിക്കും. ഇങ്ങനെ ഓരോ ആണുങ്ങളിൽ കളിച്ചാലുള്ള സുഖവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ പിരികേറ്റൽ തുടങ്ങി. ഇതൊക്കെ ഇവരുടെ ഐഡിയ ആയിരുന്നു. പിന്നെ മെല്ലെ കാലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട്, പാവടൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് ചട്ടിമേലൊക്കെ തോടും. ഒരു സാധനം തുമ്മ കൈവച്ച് അപ്പം നിറയെ രോമം. അപ്പം നീ എന്താ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യില്ല എന്നൊക്കെ ചോദിച്ചാൽ പണ്ടൊക്കെ വേറൊരു കാര്യമുണ്ട്. ഒരു പെണ്ണുങ്ങൾ ഈ അണ്ടർഗ്രൗണ്ടൊന്നും ക്ലീൻ ചെയ്യില്ല. ഇത്ര നീളമുള്ള രോമമൊക്കെ ഉണ്ടോ. ഒരു 10-50 വയസ്സുള്ള പെണ്ണിന് എൻ്റെ അന്നത്തെ പ്രായത്തിൽ ഞാൻ പരിപാടി എടുക്കാൻ ചെന്നപ്പോൾ ഇത്ര നീളമുള്ള രോമം. ഇങ്ങനെ നിൽക്കുക, ഇടതൂർ നിൽക്കുക. ഞാനുണ്ടല്ലോ ഓരോ പുതിയപ്പോൾ 2 സൈഡിൽ ആ രോമം അങ്ങനെ മാറി സ്ഥിരമാല മാറണ പോലെ അങ്ങനെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിനോട് ഇവർ പറഞ്ഞു ഇതൊക്കെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ പീരിയഡ്സൊക്കെ വരുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ, അവളൊക്കെ ക്ലീനാക്കിയാലേ വൃത്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇയാൾ റബ്ബർ വെട്ടാൻ പോകില്ല. ഇയാൾ ലേറ്റായൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവൾ രാവിലെയാണ് വരുന്നത്. ഒരു ദിവസം ഇവള് ആ പെണ്ണിൻ്റെ സാമാനത്തിൻ്റെ രോമമൊക്കെ വടിച്ചു കൊടുത്ത് കന്തുമ്മേലൊക്കെ നേരടി പെണ്ണിന് വരുത്തി നാക്കും കൊണ്ടൊക്കെ ആക്കി കൊടുത്ത്
പിന്നെ സ്ഥിരമായി പെണ്ണ് ഇങ്ങോട്ട് ആക്കിക്കൽ തുടങ്ങി. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞതാ? ഇത് എൻ്റെ കൂട്ടുകാരനല്ല, ഈ പെണ്ണിൻ്റെ ഭർത്താവ്. അവൻ പറഞ്ഞാൽ ഞാൻ അറിയണം. ഈ സംഭവം അവിടെ നിന്ന് നിന്നില്ല. ഈ സംഭവം പോണത് കൊടുക്കാം. ഇതെല്ലാ ദിവസവും ഇവന് അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് അത് ചെയ്ത്, ഇന്ന് ഇത് ചെയ്ത്. ലാസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ ഇവള് പറയണത് ആണുങ്ങൾ ചെയ്യുമ്പോഴാണ് സുഖം, ആണുങ്ങളുടെ സാധനം കയറിയ സ്വർഗം കാണും, പെണ്ണിനും നല്ല കമ്പിയായി. പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ പ്രത്യേകത, ഇവർ ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ. അപ്പോൾ കുറച്ച് ധൈര്യം കൂടും. പിന്നെ ആരോടും പറഞ്ഞു കിടക്കൊന്നുമില്ല. നാട്ടുകാർക്ക് കൊടുക്കാൻ പേടിയാണ്. മിക്ക ഗ്രാമങ്ങളിലുള്ള കുഴപ്പമില്ല, ആ നാട്ടുകാർക്ക് കൊടുക്കൂല. എവിടെന്നെങ്കിലും വന്നവനാണെങ്കിൽ പെട്ടെന്ന് എളുപ്പം കിട്ടും പെണ്ണുങ്ങളാണ്. അതൊരു ഗ്രാമത്തിൻ്റെ സൈക്കോളജിയാണ്. ഏതായാലും ഇവിടെ നക്കിയും തോർത്തിയും വെള്ളം വരുത്തിയും മുലക്കണ്ണൊക്കെ തപ്പി കൊടുത്തൊക്കെ പെണ്ണിനെ ഭ്രാന്താക്കി വെച്ചിട്ട് ഒരു ദിവസം ഇയാളിന്ന് വെട്ടില്ല എന്ന് പറഞ്ഞ് കയറി വന്നപ്പോൾ ഇവരെ ഏകദേശം കമ്പിയാക്കി നിർത്തിയിട്ടുണ്ട് പെണ്ണിനെ. അതിൽ ഭാര്യ പറഞ്ഞേ, ഞങ്ങളൊന്നും ആരോടും പറയില്ല, ആരെങ്കിലും കെട്ടിക്കൊണ്ടായ പിന്നെ ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ഒരു ഭൂമിയിൽ ഒരാളും അറിയില്ല, അച്ചായൻ കളിച്ചിരുന്നത്. ഈ പെണ്ണ് തല കൊമ്പിട്ടിരിക്കുക. അച്ചായൻ വന്ന് തോളത്ത് കയ്യൊക്കെ ഇട്ട് തല നിവർത്തി നെറ്റിമേലൊക്കെ ഒരു ചുംബനം കൊടുത്തപ്പോൾ പെണ്ണ് ചൂടായി. ചുണ്ടൊക്കെ എടുത്ത് ഈ ചപ്പി കുടിച്ച് പെണ്ണിൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടി മേലൊക്കെ കണ്ണൊക്കെ ഞാൻ റെഡി കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ തന്നെ ഇവള് ചൂടാക്കി നിർത്തിയേക്ക്. പാവാടയുടെ ഉള്ളിൽ കൈയിട്ടപ്പോൾ സദ്യയൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. അന്ന് കളിച്ച് എത്ര കാലം അവർ 3 നാളും കൂടി കളിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം അവർ ആ പെണ്ണിനെ കളിച്ച്, ഭാര്യയും ഭർത്താവും കൂടി. ഈ ഭാര്യയ്ക്ക് ലൈവ് കാണുന്ന ഇഷ്ടമാണ്. അതൊരു മാനസികാവസ്ഥ. ഭർത്താവ് ഈ പെണ്ണിനെ കളിക്കുന്നത് അയാൾ കണ്ടുകൊണ്ട് ഇവള് കാണും. ഒരു കുഴപ്പം അവിടെ സംഭവിച്ചില്ല. ആ പെണ്ണ് കല്യാണം കഴിച്ചപ്പോൾ 3-4 മക്കൾ ഒക്കെ നല്ല പുലി പോലത്തെ മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. എന്തെങ്കിലും അവിടെ സംഭവിച്ച ആ പെണ്ണിന് അന്ന് കിട്ടിയ എൻജോയ്മെൻറ്റ് അതവൾക്ക് ബോണസാണ്. കൊടുക്കാനുള്ളവർ കൊടുക്കും, നടക്കാനുള്ളവർ നടത്തും, നടക്കാനുള്ളത് നടക്കും. ഇതൊന്ന് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ലെന്നാണ് ഞാനീ പറയണത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. നമ്മളറിയാത്ത എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ചെറിയ പെൺകുട്ടിയൊന്നും അല്ലായിരുന്നു അവൾ. ഇത് കളിച്ച വിശേഷം ഇവൻ എന്നോട് പറഞ്ഞതാണ്. എന്നോടിത് പറയാൻ കാരണമുണ്ട്. ഞാനിത് കൊട്ടിപ്പാടി നടക്കില്ലെന്നറിയാം. ആ പേരും പറഞ്ഞ് ഞാനിവിടെ ആ കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല. ആ പെൺകുട്ടിനെ ഞാൻ അറിയാം, എന്നോട് മിണ്ടലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഹരിസിബായ അതിനെപ്പറ്റി അവളോട് ചോദിക്കുക ഒന്നും പറഞ്ഞിട്ടില്ല. ആ പെണ്ണിൻ്റെ നടത്തമൊക്കെ കണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം. എത്ര കളി, ഒരു 1500 കളിയൊന്നുമല്ല അച്ചായനവള് കളിച്ചത്. ചേച്ചി നക്കി കൊടുത്തത് വേറെ. ഇപ്പോഴും ആ പെണ്ണ് ഹാപ്പി ലൈഫ്. ഇപ്പോഴും അതിനെ സത്യം പറയാൻ ഉടഞ്ഞിട്ടൊന്നുമില്ല. അവൾ ലൈഫ് എൻജോയ് ചെയ്ത ആളാണ്. നീ നമ്മളറിയാണ്ട് ഞാൻ അവളാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒക്കെയാണ് ഇത്ര ബ്ലോക്ക് വന്നത്. പണ്ട് അങ്ങനത്തെ ഒരു ബ്ലോക്കും ഇല്ല. പരിപാടിയൊക്കെ നടക്കണം. ആരാണ് ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യണം എനിക്കറിയില്ല. അയ്യോ അങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് പോയല്ലേ, നിനക്ക് അമ്മയില്ലേ പെങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കണം. വൃത്തികേടാണല്ലോ സെക്സ്. ഇതാരും കണ്ടുപിടിച്ചാ? അങ്ങനെയാണ്. പിന്നെ വൃത്തികേട് ചെയ്തിട്ട് നമ്മളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ വൃത്തികെട്ട ആൾക്കാരാ? ഒന്നും പിടിയില്ല. ഇവിടെ നന്നാവില്ല. ഞാനിലെ വായിലെ വെള്ളം വറ്റിക്കൽ മാത്രമേ മെച്ചം വരുള്ളൂ. അല്ലാണ്ട് നമ്മുടെ കേരളത്തിനൊരു വ്യത്യാസം ഇനി അടുത്തൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം.